ഇടുക്കി ചുരുളിപ്പതാലിൽ കാട്ടാന ആക്രമണത്തിൽ വീടുകൾ തകർന്നു. സഹോദരങ്ങളായ പത്രോസ്, ബേബി എന്നിവരുടെ വീടുകളാണ് തകർന്നത്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഇടുക്കിയിൽ നിന്ന് രാഹുൽ, എപ്പോഴാണ് സംഭവം? വിവരങ്ങൾ. ഉന്മേഷ്, ഇന്നലെ രാത്രിയിലാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. ഇന്നലെ രാവിലെ മുതൽ, അതായത് ഇന്നലെ പകൽ സമയം മുഴുവൻ കാട്ടാനകൾ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പത്രോസ് മകനുമായി ആശുപത്രിയിൽ പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പത്രോസിന്റെ വീട്ടിലും ആരും ഉണ്ടായിരുന്നില്ല. ബേബിയുടെ വീട്ടിലും ആരും ഈ സംഭവ സമയം ഉണ്ടായിരുന്നില്ല. അവർ മറ്റൊരു വീട്ടിലേക്ക് മാറി കഴിയുകയായിരുന്നു. എന്തായാലും വീട് അപ്പമായിട്ടും തകരുന്ന നിലയിലേക്ക് കാട്ടാന ആക്രമണം പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീടിന്റെ ജനൽ തകർത്തും അതുപോലെ തന്നെ വാതിൽ തകർത്തും കാട്ടാന അകത്ത് കയറി എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. മാത്രമല്ല, വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ തകർക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. എന്തായാലും നിലവിൽ ഈ കാട്ടാനകളെ വനംവകുപ്പ് തുരത്താനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും എപ്പോൾ വേണമെങ്കിലും ജനവാസ മേഖലയിലേക്ക് ഈ കാട്ടാനകൾ ഇറങ്ങാം എന്നുള്ളതാണ് പ്രധാനമായും നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പരിഭവം അല്ലെങ്കിൽ ഒരു പരാതി എന്ന് പറയുന്നത്. ഇതിനു മുമ്പും കാട്ടാന ആക്രമണം അവിടെ ഉണ്ടായിട്ടുള്ളതാണ്. സമീപ നാളുകളിൽ കുറച്ച് നാളുകളായിട്ട് വലിയ പ്രശ്നമില്ലാതിരുന്നതാണ്. പക്ഷേ വീണ്ടും ഇത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യമായി നാട്ടുകാർ പറയുന്നത്. ഉന്മേഷ്, ഈ വിഷയത്തിലെ പ്രതികരണത്തിലേക്ക് കൂടി. എൻ്റെ അനിയൻ്റെയും ഭവനം ഇന്നലെ രാത്രി കാട്ടാന നശിപ്പിച്ച് വാഷിംഗ് മെഷീൻ, ഒരുപാട് ജനലെല്ലാം അടിച്ചു തകർത്ത് വീട്ടിലെ ഉപകരണമെല്ലാം അടിച്ചു നശിപ്പിച്ച്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് സാർമാരിന് വേണ്ട സഹായം ചെയ്യണമെന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.